Hello friends, welcome back to a new video of Strands of Happiness. അപ്പോൾ നമ്മുടെ പഴനി യാത്രയുടെ ബാക്കിയുള്ള വീഡിയോസ് അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്ര ദർശനമൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് തൊഴാൻ പറ്റി. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇറങ്ങിയപ്പം ഞാനൊരു കൗതുകം തോന്നിയൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞായിരുന്നു. ഈ നമ്മുടെ ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഈ പറയുന്ന ഇലക്ട്രിക് ഒരു ബസ് നമ്മുടെ ഈ പഴനി മലയ്ക്ക് ചുറ്റും ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നപ്പോൾ തൊട്ട് ഞാൻ കാണുന്നതാണ് കുറേ ബസ്സുകളുണ്ട്. ഇങ്ങനെ ഈ ഇവിടെ നിന്ന് മെയിൻ ഗേറ്റിൻ്റെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന മെയിൻ ഗേറ്റാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ട്രിപ്പ് അടിച്ച് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ സവാരി എങ്ങോട്ടാണെന്ന് ഈ ബസ്സിൻ്റെ സവാരി എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിലൊരു ബസ് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സവാരി എങ്ങോട്ടാണെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി വരുന്നത്. സോ നമ്മളിതേ അറ്റ് ലാസ്റ്റ് നമ്മളൊരു ബസ്സിൽ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മെയിൻ ഗേറ്റ് എന്ന് പറയുന്ന നമ്മൾ സ്റ്റേ ചെയ്ത ഗണപത് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ അടുത്തായിട്ടാണ് ഈ മെയിൻ ഗേറ്റ് വരുന്നത്. ഓക്കെ, അതിലൂടെയാണ് നമ്മൾ നടന്ന് പഴനിമലയിലേക്ക് കയറുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു അമ്പലമുണ്ട്. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ കയറി തൊഴുതിട്ടൊക്കെ ഇറങ്ങിയത്, ഒരു ദേവീക്ഷേത്രം. ഓക്കെ, അപ്പോൾ നമ്മളത് വണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഇതെങ്ങോട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. നിരവധി വണ്ടികൾ ഇങ്ങനെ ലൈനായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതേ അമ്പലത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് റൈറ്റ് സൈഡാണ് അമ്പലം. അപ്പോൾ നമുക്കിനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ടുണ്ട്. ദോ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ, ഗണപത് ഗ്രാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ അവിടെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി യാത്രയുടെ കാര്യം എന്താണെന്ന് പറയാം. അപ്പോൾ നമുക്ക് പഴനിമലയിലേക്ക് പോകാനായിട്ട് നമുക്ക് 3 മാർഗ്ഗമുണ്ട്. ഓക്കെ, ഒന്ന് കാൽനട യാത്രയായിട്ട് നമുക്ക് നടന്നു പോകാം. ഓക്കെ, അത് സ്റ്റെപ്പിലൂടെ നടക്കാം. അതല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്പും പിന്നെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം, അങ്ങനെ കോമ്പിനേഷനായിട്ട് നടന്ന് കയറാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന കാറാണ് ചെയർ കാർ അല്ലെങ്കിൽ റോപ്പ് കാർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് പിന്നെ പോകാൻ പറ്റുന്നതാണ് വിഞ്ച് ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്, അതിലൂടെ നമുക്ക് പോകാം. സോ ഈ കാൽനടയാത്ര അല്ലാത്ത ആൾക്കാർക്ക് പോകാനുള്ള ബാക്കി 2 മാർഗ്ഗങ്ങളിലേക്ക് പോകുന്ന ട്രിപ്പ് അടിക്കുന്ന വണ്ടിക്ക് വേണ്ടിയാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കാൽനടയാത്രയല്ല, നിങ്ങൾക്ക് റോപ്പ് കാർ അല്ലെങ്കിൽ ചെയർ കാറിലാണ് പോകണമെങ്കിലും, അതുകൂടാതെ വിഞ്ച് ട്രെയിനിലാണ് നിങ്ങൾക്ക് പോകണമെങ്കിലും ഈ പറയുന്ന ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതത് സ്റ്റോപ്പുകളിൽ കൊണ്ടുപോയി ഇറക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് നമ്മുടെ നെക്സ്റ്റ് ടെർമിനൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് ചെയർ കാർ അല്ലെങ്കിൽ ഇലക്ട്രിക് റോപ്പ് കാർ എന്ന് പറയുന്ന അവിടെയായിരിക്കും നമ്മൾ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്തിക്കുകയാണ്. സോ ഈ കാണുന്ന കവാടത്തിലാണ് നമ്മുടെ ചെയർ കാർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം. സോ ഇവിടെ നമുക്ക് എൻട്രി പാസും ഗേറ്റൊക്കെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് മൊബൈൽ ഫോൺസൊക്കെ ഉള്ളിലേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എല്ലാം പുറത്ത് കൊടുത്ത് സെക്യൂരിറ്റിയിൽ കൊടുത്തിട്ട് വേണം നമുക്ക് എൻട്രി ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടെ നിന്നുള്ള ആ ഒരു മേളിലേക്കുള്ള ആ ഒരു മലയുടെ അവിടെ നിന്നൊരു റോപ്പ് പോകുന്നുണ്ട്. അതിൽ കൂടെ ചെയർ കാർ എന്നുള്ള സംവിധാനത്തിലൂടെയാണ് നമുക്ക് പാസഞ്ചേഴ്സിനെ മേളിൽ വരെ എത്തിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ വീണ്ടും വണ്ടി കയറി നമുക്കിനി നെക്സ്റ്റ് ടെർമിനലിലേക്ക് പോകാം. ഞാൻ ഈ പറയുന്ന നെക്സ്റ്റ് ടെർമിനൽ എന്ന് പറയുന്നത് ഇനി വിഞ്ച് ട്രെയിനാണ്. ഓക്കെ, ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അല്ല, നെക്സ്റ്റ് ഉള്ള ഒരു വിഞ്ച് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോകുന്ന യാത്ര ഭയങ്കര മനോഹരമാട്ടോ. നമുക്ക് ചുറ്റും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ഈ പറയുന്ന പഴനി വന്നപ്പോൾ ഇത്രയും ഡെവലപ്ഡ് അല്ലായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇത്രയും ഡെവലപ്ഡായി. ഇങ്ങോട്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കയറ്റി വിടില്ല. ഈ ഒരു മലയ്ക്ക് ചുറ്റുമുള്ള ഈ ഒരു എന്താ പറയുക കോൺക്രീറ്റ് ആയിട്ടുള്ള റോഡിന് ഉള്ളിലൂടെ എന്താ പറയുക നമ്മുടെ ഇവരുടെ വാഹനങ്ങളാണിത്. ഓക്കെ, ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ വാഹനമാണിത്, അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് ഇവിടെ ഒരു ഷെഡ് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്, അതും ഒരു ചെറിയ റോപ്പ് വേ സിസ്റ്റമാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. അവിടെ നമുക്ക് ഡിവോട്ടീസ് അല്ലെങ്കിൽ നമുക്ക് സന്ദർശനമില്ല. ഓക്കെ, അത് ഓൺലി വർക്കേഴ്സിൻ്റെ അവിടുത്തെ ആൾക്കാർക്ക് മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് മെറ്റീരിയൽസൊക്കെ ഈ പറയുന്ന അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ വന്നൊരു ഓർമ്മയുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പം അന്ന് ഈ പറയുന്ന പോലെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പോകുന്ന നമ്മുടെ ഈ യാത്രയിലൊക്കെ ഓരോരോ ഗോപുരങ്ങളൊക്കെ കാണാം കേട്ടോ. അമ്പലത്തിൻ്റെയൊക്കെ പല സെക്ഷൻസിനകത്ത് ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു മലയ്ക്ക് ചുറ്റും ഇവർ ഈ പറയുന്ന കോൺക്രീറ്റിൻ്റെ റോഡ് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഓക്കെ, അത് ഭയങ്കര രസമാണ്, ഈ യാത്ര നല്ല സുഖമാണ്. അപ്പോൾ നിങ്ങൾ വന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര ഇനിയിപ്പോൾ നെക്സ്റ്റ് ടെർമിനലായിട്ടുള്ള വിഞ്ച് ട്രെയിനിൻ്റെ ഒരു ടെർമിനലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന എന്താ പറയുക, ഈ ഇലക്ട്രിക് ബസ്സിനകത്തുള്ള സവാരി ഫ്രീ ആട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമുക്ക് 10 പൈസ എടുക്കേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് കയറിയിരിക്കുക, സഞ്ചരിക്കുക, അതത് ടെർമിനലിൽ പോയി ഇറങ്ങുക. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ മലയ്ക്ക് ചുറ്റും തീ കാണുന്ന പോലെ കോമ്പൗണ്ടൊക്കെ കെട്ടി ഇങ്ങനെ തിരിച്ചേക്കാണ്. ആ കോമ്പൗണ്ടിൻ്റെ അകത്താണ് മല വരുന്നത്. അതിന് ചുറ്റും അതിൻ്റെ പുറത്തേക്കാണ് ഈ പറയുന്ന റോഡ് പണിതിട്ടേക്കണേ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടെർമിനലിലേക്ക് നമ്മൾ എത്താറായി. ഓക്കെ, ഇതാണ് നമ്മുടെ വിഞ്ച് ട്രെയിൻ എന്ന് പറയുന്ന ആ ഒരു ടെർമിനൽ വരുന്നത്. ഓക്കെ, നമ്മുടെ സാധാരണ ട്രെയിനില്ല, ആ ട്രെയിനിൻ്റെ ഒരു രൂപതയിലുള്ള ഒരു 2 ബോഗി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. നമുക്ക് പുറത്തെ ടെർമിനലിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെയും ഈ പറയുന്ന പോലെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല, എല്ലാം പുറത്ത് വെച്ചിട്ട് പോകണം. അപ്പോൾ ഇവിടെ ക്യൂ നിൽക്കുക, പാസ് എടുക്കുക, വെയിറ്റ് ചെയ്തിട്ട് കയറുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് മലയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഇത് കാണുന്നതാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ, ഇവിടെ നല്ല തിരക്കും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ വിഞ്ച് ട്രെയിനിൻ്റെ ടെർമിനലിൽ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നത് മെയിൻ ഗേറ്റ്. നമ്മൾ തുടങ്ങി എവിടെയാണോ അവിടെ വന്ന് ചാടും. തുടങ്ങുന്ന ഒരു മെയിൻ ഗേറ്റിൻ്റെ ഒരു ഗോപുരമുണ്ട്. ആ ഗോപുരത്തിൻ്റെ ഇപ്പുറത്തെ വശത്ത് നമ്മൾ വന്ന് ചാടും. ഓക്കെ, അപ്പോൾ നടന്ന് പോകാനുള്ളവർക്കൊക്കെ ആ മെയിൻ ഗേറ്റിൻ്റെ ഗോപുരത്തിലൂടെയാണ് നമ്മൾ നടന്ന് പോകണം. അവിടെ ഒരു ഗണപതിയുടെ ഒരു അമ്പലമുണ്ട്. അവിടെയൊക്കെ തേങ്ങയൊക്കെ ഉടച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് തൊഴുതിട്ട് കയറി പോവുകയാണ്. നമ്മളൊരു കവാടത്തിൽ കൂടെ കയറി സ്റ്റെപ്സ് കയറി നമ്മൾ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളത് മെയിൻ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇറങ്ങി. മെയിൻ കവാടത്തിൻ്റെ ഇവിടെയാണ് വണ്ടികൾ ഓരോന്ന് വന്ന് സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഇലക്ട്രിക് ബസ്സെല്ലാം റിട്ടേൺ അടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഈ വന്ന് ഇറങ്ങിയിരിക്കുന്ന സ്ഥലം. ഓക്കെ, ഇതവിടെ പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. ഫുൾ സെക്യൂരിറ്റി ആട്ടോ അവിടെ. നമുക്ക് ഫുൾ പ്രൊട്ടക്ഷനാണ്. ഉള്ളിലേക്കൊന്നും ഒറ്റ വാഹനങ്ങൾ കടത്തിവിടില്ല, പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കടത്തില്ല. അതാണ് മല. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക് ബസ്സുകളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഞാൻ വേറൊരു ബസ്സിൽ കയറി. അപ്പോൾ നമുക്ക് ഇരിക്കുന്നതിൽ ഇരിപ്പിലൊരു വ്യത്യാസമുണ്ട്. ബസ് പോകുന്ന ദിശയിലല്ല ഞങ്ങൾ ഇരിക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാനുള്ളൊരു സീറ്റുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതോ കാണുന്നതാണ് മല, പഴനി മല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു കുതിരവണ്ടി കയറണം എന്നുള്ളത്. പക്ഷേ അതിപ്പോൾ ഇനിയിപ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല. കുതിരവണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടോ, ഇതുപോലെ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ഗോപുരമാണ് മെയിൻ ഗേറ്റ്. ആ മെയിൻ ഗേറ്റിൻ്റെ അപ്പുറത്തു നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ യാത്ര തുടങ്ങി ആദ്യം വന്നതാണ് ചെയർ കാർ അല്ലെങ്കിൽ റോപ്പ് കാർ എന്ന് പറയുന്ന ഫസ്റ്റ് ടെർമിനൽ. സെക്കൻഡ് ടെർമിനലിൽ വരുന്നതാണ് വിഞ്ച് ട്രെയിൻ. പിന്നെ തേർഡ് ടെർമിനലായിട്ട് വരുന്നത് ഈ പറയുന്ന മെയിൻ ഗേറ്റിലേക്ക് വന്നേ ആടും. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഈ വണ്ടി തിരിച്ച് ട്രിപ്പ് അടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യം വന്ന പോലെയല്ല. ആദ്യം വന്നപ്പം വണ്ടി എങ്ങോട്ടാണോ പോകുന്നത് അതേ ദിശയിൽ തന്നെയാണ് നമ്മൾ ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചിരിക്കുകയാണ്. പുറകിലൊരു സീറ്റ് ഉണ്ടായിരുന്നു കാലിയായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ കയറി വണ്ടിയുടെ എതിർ ദിശയിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ വിഞ്ച് ട്രെയിനിൻ്റെ ടെർമിനലിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് എത്തിയേക്കുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. വണ്ടിക്ക് അധികം സ്പീഡൊന്നുമില്ല, നല്ല ഒരു മീഡിയം സ്പീഡിലാണ് പോകുന്നത്. പിന്നെ ഇലക്ട്രിക് വണ്ടിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി നമ്മുടെ TVS മൊബിലിറ്റീസാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് TVSൻ്റെ കമ്പനിയാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്. എനിക്ക് തോന്നുന്നു TVSൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ചെന്നൈ തന്നെയാണ്. ഓക്കെ, അത്യാവശ്യം എല്ലാ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസൊക്കെ നമുക്ക് തമിഴ്നാടുണ്ട്. സോ TVSൻ്റെ ആൾക്കാരാണ് ഇതിൻ്റെ ഈ ബസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചാണ്, നമ്മൾ ഈ യാത്ര പോകുമ്പോഴേ നമുക്കിവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ആ ചെക്ക് പോസ്റ്റ് നമ്മുടെ ഈ വണ്ടിക്കകത്ത് ഒരു ഡ്രൈവറും പിന്നെ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ കിളിയെ പോലത്തെ ഒരു ഹെൽപ്പറും കൂടെ ഉണ്ടാവും. സോ അവർ ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഇറങ്ങിയിട്ട് ഓരോ ട്രിപ്പും പോകുമ്പോൾ ഇവിടുത്തെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ ഇറങ്ങിയിട്ട് അവിടെ പോയി ആ രജിസ്റ്ററിൽ സൈൻ ചെയ്യണം. കണ്ടില്ലേ, നമ്മുടെ ഈ ഡ്രൈവർ ഇറങ്ങിയിട്ട് അവിടുത്തെ ഒരു രജിസ്റ്റർ ഉണ്ട്, അവിടെ പോയിട്ട് സൈൻ ചെയ്യണം. സോ ഓരോ ദിവസം എത്ര ട്രിപ്പ് വെച്ച് ഇവർ ചെയ്തു എന്നുള്ളതാണ് ഒരു റെക്കോർഡിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ദേവസ്വം ബോർഡിന് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ ഇറങ്ങിപ്പോയി പുറകെ വേറൊരു ബസ് വരുന്നുണ്ട്. സോ അത് അവിടെ നിർത്തിയിട്ട് അതിനകത്തു നിന്നുള്ള ഒന്നുകിൽ ഡ്രൈവർ അല്ലെങ്കിൽ ആരാന്ന് വെച്ച് പോയിട്ട് ആ രജിസ്റ്റർ കയറിയിട്ട് സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് അവർ തിരിച്ചു വരും. അങ്ങനെ ഓരോ ട്രിപ്പിലും അവരിങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ. ഓക്കെ, ഞാനൊരു കാര്യം പറയണത്, വലിയൊരു JCB കേട്ടോ. അയ്യോ, എന്നെ ഹൈറ്റാന്ന് നോക്കി എൻ്റെ. ഓക്കെ, JCB അല്ല, മറ്റേ അത് മണ്ണിലൂടെ മാത്രം പോകുന്നതാണ്. ഓക്കെ, JCBക്ക് പുറകെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം നമ്മളിപ്പം കഴിയാറായി. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറുപ്പത്തിൽ വന്നപ്പോൾ ഇത്രയും ഡെവലപ്ഡൊന്നും അല്ലായിരുന്നു പഴനി, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി റെസ്ട്രിക്ഷൻസും കുറേ ഡെവലപ്മെൻറ്റും നമുക്ക് യാത്രക്കാർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സന്തോഷമാണ് നമുക്ക് പുറത്തുനിന്ന് വരുമ്പം. അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ, നല്ല ഡെവലപ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ വീഡിയോയുടെ താഴെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.